രമേശ് ചെന്നിത്തലയെയും മുരളീധരനെയും പോലെ തലയെടുപ്പുള്ള നേതാവല്ല ഇതുവരെ അടൂർ പ്രകാശ്. കെ.സി. വേണുഗോപാലിനെ പോലെ സംഘടനാ ഘടനയിലും പ്രതാപിയുമല്ല. പക്ഷേ ഇരുവർക്കാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത അടൂർ പ്രകാശിനുണ്ട്. മറ്റൊന്നുമല്ല, കേരളത്തിലെ രാഷ്ട്രീയക്കാരിലെ അത്യപൂർവം തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റുകളിൽ ഒരാളാണ് അടൂർ പ്രകാശ്. അത് അവിതർക്കിതമാണ്. ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയാലോ മേൽനോട്ടം വഹിക്കാൻ ഇറങ്ങിയാലോ അതെങ്ങനെ വരുതിയിലാക്കാമെന്ന് അടൂർ പ്രകാശിനെ മറ്റാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇടത് കോട്ടകളായിട്ടുള്ള കോന്നിയിലും വർക്കലയിലും ഒക്കെ പലവട്ടം ജയിച്ച അടൂർ പ്രകാശ് തൻ്റെ ക്ലാസ് തെളിയിച്ചിട്ടുണ്ട്. ഒരേ സമയം മുൻനിര രാഷ്ട്രീയക്കാരനും മുൻനിര ബിസിനസ്സുകാരനുമാണ് അദ്ദേഹം. ആരെയും വെറുപ്പിക്കാതെ പോയിരുന്ന പഴയ ട്രാക്ക് അദ്ദേഹം വിട്ടുപിടിക്കുന്നത് എന്തിനാണെന്ന് ആണ് പിടികിട്ടാത്തത്. സ്വന്തം സ്വഭാവ ദൂഷ്യം കൊണ്ട് പാർട്ടിക്കും മുന്നണിക്കും തീർത്താൽ തീരാത്ത നാണക്കേടുണ്ടാക്കി ആകെ നാണം കെട്ടു നിന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കാൻ അദ്ദേഹം മടിച്ചില്ല. പിന്നാലെ രാജ്യവ്യാപക ചർച്ചയായ ബലാത്സംഗ കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ എന്ന കാര്യത്തിൽ ചർച്ച നടക്കുമ്പോഴാണ് ആരോപിതനായ നടനെ വെള്ളപൂശാനും അദ്ദേഹം മുതിരുന്നത്. അതും വിധി വന്ന് 24 മണിക്കൂർ തികയും മുൻപ്. ഈ നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമാകുമോ എന്നത് നമുക്ക് വീണാം. പക്ഷേ 2 തവണ മന്ത്രിയും ഒട്ടേറെ പ്രാവശ്യം നിയമനിർമ്മാണ സഭകളിൽ അംഗവുമായിരുന്ന, ഇപ്പോഴും അംഗമായിട്ടുള്ള, ഇനിയും അതൊക്കെ ആകാൻ ഇടയുള്ള ഒരു മുതിർന്ന നേതാവിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത പരാമർശമാണ് ഇത് രണ്ടും എന്ന കാര്യത്തിൽ RDXന് ഒരു സംശയവുമില്ല.